ലോകത്ത് ഇതുപോലൊരു മന്ത്രം വേറെയില്ല. ഇത് മനസ്സറിഞ്ഞ ഒരാൾ പറഞ്ഞാലേ സമാധാനം അവൻ്റെ കുടുംബത്തിലേക്ക് പെയ്തിറങ്ങും, സന്തോഷം നിറയും, പ്രശ്നങ്ങളില്ലാതാകും, എല്ലാം ശിഫയാകും. എന്തൊക്കെ പ്രശ്നമുണ്ടോ അതൊക്കെ അങ്ങ് മാറി നിങ്ങളെപ്പോലെ സമാധാനം ആസ്വദിക്കുന്ന ഒരാൾ ലോകത്ത് വേറെ ഇല്ലാത്തവണ്ണം അള്ളാഹ് നിങ്ങളെ അങ്ങോട്ട് ചേർത്ത് പിടിക്കും. നിങ്ങളെ കണ്ട് പടച്ചോൻ സന്തോഷിക്കും. നിങ്ങളെ കാണുമ്പോൾ മലക്കുകൾ ഓടി വന്ന് സലാം പറയും, നിങ്ങളെ അങ്ങ് മലക്കുകൾ പൊതിയും. അതെന്ത് മന്ത്രാണപ്പാ! അങ്ങനെ ഒരു ദിക്റുണ്ട്. അത് വല്ലാത്തൊരു ദിക്റാണ്. അത് ആസ്വദിക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പുഞ്ചിരി വരുന്നില്ല എന്നുള്ള പരാതി ഉണ്ടോ? ഇന്ന് തീർക്കണം നമുക്ക് ആ പരാതി. എന്ത് സങ്കടം ഉണ്ടെങ്കിലും എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും ചിരിച്ചുകൊണ്ടൊരു അൽഹംദുലില്ലാ പറഞ്ഞങ്ങോട്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുണ്ട് സമാധാനം ആസ്വദിക്കാൻ, നല്ല പോസിറ്റീവ് വൈബുള്ളൊരു ദിവസവും ജീവിതവും ലഭിക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇന്നൊരു മന്ത്രം, അത് വെറും മന്ത്രമല്ല, ഒരു കിടിലൻ മന്ത്രമാണ്. ഒരു കിടിലൻ ദിക്റാണ്. ഇത് മനസ്സറിഞ്ഞ് നമ്മൾ ഈ പറയണ ബോധ്യത്തിൽ വെറുതെ നാവുകൊണ്ട് ചൊല്ലിപ്പോക്കല്ല. ബിരിയാണി 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 എന്ന് വെറുതെ പറയലല്ല. ടേസ്റ്റ് അറിഞ്ഞ് ബിരിയാണി കഴിക്കാൻ പോകണം നമ്മൾ. ടേസ്റ്റ് അറിഞ്ഞ് ഈ മന്ത്രം ഒന്ന് ചൊല്ലിയാൽ സമാധാനം നമ്മളെ തേടിയെത്തും. എത്ര വലിയ ടെൻഷനാണെങ്കിലും, എത്ര ഡിപ്രഷനാണെങ്കിലും, എത്ര ഊരാക്കുട്ടിക്കലാണെങ്കിലും അള്ളാഹ് അവിടെ നിന്ന് നമ്മളിങ്ങനെ പുഷ്പം പോലെ പൊക്കിയെടുക്കും. അതെന്ത് മന്ത്രാണ് ഉസ്താദെ? അതിനെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാനുണ്ട്. നമ്മുടെ സമുദായത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത് എന്താ? കുൻതും ഖൈറ ഉമ്മ. ഏറ്റവും വലിയ ഉത്തമ സമുദായമാണ് നമ്മൾ, ഇല്ലേ? മുത്തുനബിയുടെ സമുദായമാണ് ഏറ്റവും ഉത്തമ സമുദായം. നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അത് അഷ്റഫുൽ ഖൽഖായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. വല്ല സംശയമുണ്ടോ? രണ്ട് കാര്യത്തിൽ വല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല. എന്താണ് ഇതിൻ്റെ കാരണം? നമ്മൾ ഉത്തമ സമുദായമാകാനുള്ള കാരണം എന്താണ്? അത് മുത്തുനബിയുടെ ഉമ്മത്ത് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉത്തമ സമുദായം ആയത്. അതൊരു കാരണമാണ്, അല്ലേ? പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ്. എന്നാൽ മറ്റ് പല പ്രധാനപ്പെട്ട കാരണങ്ങളിൽ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? അത് പൂർവ്വ വേദങ്ങളിലൊക്കെ നമ്മളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ട്, വഹാദിഹിൽ ഉമ്മ ഉമ്മത്തുൽ ഹംദ്. സ്തുതിയുടെ സമുദായമാണ് അത്ര ഈ സമുദായം, ഹംദിൻ്റെ സമുദായമാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഏതാണ് ആ മന്ത്രം എന്ന്. ആ മന്ത്രം പ്രയോഗിക്കണ വഴിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഈ ഉമ്മത്ത് ഹംദിൻ്റെ സമുദായമാണ്. ഉമ്മത്തുൽ ഹംദ് ഹമ്മാദൂൻ. അള്ളാനെ സ്തുതിക്കുന്ന, അള്ളാഹുവിനെ ഹംദ് ചെയ്യുന്ന സമുദായമാണ്. വയഹ്മദൂനഹു അലാ കുല്ലി ഹാൽ. എല്ലാ സമയത്തും എന്ന് പറഞ്ഞാൽ പ്രയാസം വരുമ്പോൾ ഹംദ് പറയാത്തവർ, സന്തോഷം വരുമ്പോൾ മാത്രം ഹംദ് പറയുന്ന ആളുകൾ, അങ്ങനെയല്ല. യഥാർത്ഥ ഉമ്മത്തിൻ്റെ സ്വഭാവം എന്താണ്? എപ്പോഴും അൽഹംദുലില്ലാ. ടെൻഷൻ ഉണ്ടെങ്കിലും ഉസ്താദ് എനിക്ക് ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറയാൻ പറ്റണില്ല, പ്രയാസത്തിലാണ് എന്നവർ പറയൂല. എത്ര വലിയ പ്രയാസമാണെങ്കിലും ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്നവർക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, പ്രയാസത്തിൽ ഇട്ടുകൊണ്ട് പോണവരായിരുന്നില്ല. ഇപ്പോൾ മുൻകാല സമുദായത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നേരെ കാണാൻ പറ്റിയിട്ടുണ്ട്, ഇല്ലേ? ഭക്ഷണം വേണമെന്ന് പറയുമ്പോൾ അള്ളാഹ് ആകാശത്ത് നിന്ന് ഇറക്കി കൊടുക്കുകയാണ് മൂസാ നബിയുടെ ഉമ്മത്തിന്. സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം ഇറക്കി കൊടുക്കുകയാണ് ഈസാ നബിയുടെ സമുദായത്തിന്. മഴ വേണമെന്ന് പറയുമ്പോൾ നബിയോട് പറയാം, മഴ ചോദിച്ചു വാങ്ങിക്കൊടുക്കുകയാണ് അള്ളാഹ് ഉടനെ കൊടുക്കുകയാണ്. അതുപോലെ ഫിർഔനും പട്ടാളം പിന്നാലെ വരുമ്പോൾ മൂസാ നബി സമുദായത്തെ രക്ഷിക്കണത് എങ്ങനെയാണ്? കടലിൽ കയ്യിലുള്ള വടി കൊണ്ടിങ്ങനെ അടിക്കുമ്പോൾ കടൽ രണ്ടായി പിളർന്ന് മൂസാ നബിയും സമുദായം അതിൻ്റെ അകത്ത് കൂടെ നടന്നു പോവാണ്. ഇതൊക്കെ നേരിട്ട് കണ്ട സമുദായത്തിനോട് മക്കളെ നമുക്ക് അള്ളാൻ്റെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പോകാമെന്ന് പറഞ്ഞാൽ അവരെന്താ പറയുക? ഞങ്ങളൊന്നുമില്ല മൂസ, നീയും നിൻ്റെ പടച്ചോനും കൂടെ പോയി അങ്ങ് യുദ്ധം ചെയ്തോ എന്ന് പറയും. നാന്ദി കേട്ടവന്മാർ, അല്ലേ? എന്നാൽ മുത്തുനബിയുടെ ഉമ്മത്തിൻ്റെ പ്രത്യേകത എന്താണ്? അവരങ്ങനെ വലിയ അനുഗ്രഹങ്ങളൊന്നും നേരിട്ട് കണ്ടിട്ടില്ല. അവർ കണ്ടത് മൊത്തം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയാസം അനുഭവിക്കുന്നതാണ്. കഅബാലയത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഹബീബ് സുജൂദ് ചെയ്യാമെന്ന് കിടക്കുമ്പോൾ ക്രൂരന്മാരായ മനുഷ്യർ അവിടുത്തെ കഴുത്തിലേക്ക് കൊണ്ടുവന്ന് ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല ഇടുന്നതാണ് അവർ കണ്ടത്. അവിടുത്തെ ശരീരത്തിൽ അമ്പ് തറയ്ക്കുന്നതാണ് കണ്ടത്, കല്ല് തറയ്ക്കുന്നതാണ് കണ്ടത്, അവിടുത്തെ മുൻപല്ല് പൊട്ടുന്നതാണ് കണ്ടത്, പട്ടിണി കിടക്കുന്നതാണ് കണ്ടത്. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചു നിൽക്കുന്ന സമുദായം. ആ സമുദായം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുമ്പോഴേക്ക് അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾ കടലിൽ ചാടാനും തയ്യാറാണ് നബി എന്ന് പറയുന്ന ഒരു പോരാട്ട വീര്യമുണ്ടല്ലോ.
അവരാണ് അൽഹംദുലില്ലയുടെ ആളുകൾ. പ്രയാസത്തിലും അനുഗ്രഹത്തിലും ഒരുപോലെ അള്ളാഹനെ സ്തുതിക്കുന്ന മുഅ്മിനീങ്ങൾ. ഇതാണ് കുൻതും ഖൈറ ഉമ്മ, ഏറ്റവും ഉത്തമ സമുദായത്തിൻ്റെ ഒരു ഉദാഹരണം അല്ലേ. ഇനി ഹബീബായ തങ്ങൾ ഏറ്റവും ശ്രേഷ്ഠരാകാനുള്ള കാരണം എന്താ? ഒരുപാട് കാരണങ്ങളുണ്ട്. അള്ളാഹിൻ്റെ ഹബീബാണ് അല്ലേ. ഇനി അതുപോലെ തന്നെ ഒരു കാരണമാണ് അവിടെ നിന്ന് അഹമ്മദാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അന അഹ്മദു വ മുഹമ്മദു, ഞാൻ അഹമ്മദുമാണ് മുഹമ്മദുമാണ്. ഏറ്റവും അധികം സ്തുതിക്കപ്പെടുന്നവർ ഞാനാണ്, ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്ന സ്തുതിയുള്ള മനുഷ്യൻ ഞാനാണ്, എല്ലാവരാലും ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്ന മനുഷ്യനും ഞാനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദും അഹ്മദുമാണ് ഞാൻ. നമ്മൾ മങ്കൂസ് മൗലൂദിൽ ഓതാറുണ്ട്, ഫഖാലു യാ അബ്ദുൽ മുത്തലിബ് മാ സമ്മൈത ഇബ്നക ഖാല സമ്മൈതുഹു മുഹമ്മദാ. അബ്ദുൽ മുത്തലിബ് എന്താ മോന് പേര് വെച്ചത്? മുഹമ്മദ് എന്നാണ്. ഇങ്ങനെ ഒരു പേര് ഇതുവരെ ആർക്കും കേട്ടിട്ടില്ലല്ലോ. ഇപ്പം എന്താ പറഞ്ഞേ? അറത്തു ഐ അഹ്മദഹു മൻ അലൽ ഗബ്റാ, ലോകത്തുള്ള എല്ലാവരും എൻ്റെ പൊന്നുമോനെ സ്തുതിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേര് വെക്കുന്നത് എന്ന് അബ്ദുൽ മുത്തലിബ്. ആരാണ് അബ്ദുൽ മുത്തലിബിനെ ഇൽഹാമിട്ട് കൊടുത്തത്? അത് അല്ലാഹു റബ്ബുൽ ആലമീനാണ്. കണ്ടോ? അപ്പോൾ സ്തുതിയുടെ സമുദായവും സ്തുതിയുടെ പ്രവാചകനും മാത്രമല്ല, ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഫഇദാ കാന യൗമൽ ഖിയാമ വലിവാഉൽ ഹംദി മഈ, ഖിയാമ നാളായി കഴിഞ്ഞാൽ മുത്തുനബിക്ക് കിട്ടുന്ന ഒരു പതാകയുണ്ട്. ആ പതാകയുടെ പേര് ലിവാ ഉൽ ഹംദ്, ഹംദിൻ്റെ കൊടി എന്നാണ്. അത് നമ്മൾ പാർട്ടിയുടെ കൊടി പോലെയും ചിന്തിക്കരുത്. ഹംദിൻ്റെ കൊടി. വആദമു വമൻജൂന തഹ്ത ലിവാഇ, ആദമും അല്ലാത്തവരും എല്ലാവരും എൻ്റെ കൊടിയുടെ ചുവട്ടിലായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പഠിച്ചോനെ, ആ ഹബീബിൻ്റെ കൊടിയുടെ ചാരത്ത് നിൽക്കാൻ മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ഇതൊരു വല്ലാത്ത ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഉത്തമ സമുദായം, ഉത്തമ നേതാവായ മുഹമ്മദ് മുസ്തഫ, അത് ഹംദിലൂടെ അല്ലേ. നാളത്തെ കൊടി ലിവാ ഉൽ ഹംദ്, മൊത്തത്തിൽ അൽഹംദുലില്ലാ, അത് മതി നമ്മൾ രക്ഷപ്പെടാൻ. ഉത്തമ സമുദായം എന്തുകൊണ്ട്? ഹംദ് കൊണ്ട്. ഉത്തമ നബി എന്തുകൊണ്ട്? ഹംദ് കൊണ്ട്. നാളത്തെ പതാക ഹംദിൻ്റെ പതാക. രക്ഷപ്പെടാൻ എന്തു മതി? അൽഹംദുലില്ലാ. അതാണ് നമ്മളെ ഏറ്റവും മഹത്തരമായൊരു സമുദായമാക്കി മാറ്റണത്. അപ്പോൾ ഖൈറു ഉമ്മത്ത് എന്ന് പറഞ്ഞ പേരുകൊണ്ട് ഇപ്പോൾ മുത്ത് നബിയുടെ ഉമ്മത്താണ്, അത് വലിയ കാര്യമൊന്നുമില്ല. ആത്മാർത്ഥമായി ഈ ഗുണമുള്ളവർ ഇല്ലേ, ഹംദറിയണം, ഉൾക്കൊള്ളണം, ബോധ്യത്തിൽ നിന്നുകൊണ്ട് അൽഹംദുലില്ലാ എന്ന മന്ത്രം പറയുന്നവരാകണം. അവരാണ് മുത്തുനബിയുടെ യഥാർത്ഥ ഉമ്മത്ത്. മനസ്സിലാവണുണ്ടാ? ഇനി വെറുതെ അങ്ങോട്ട് പറയേണ്ട സാധനമല്ല അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ പറഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു കുറ്റമായി പോകുന്നൊരവസ്ഥ പോലും ഉണ്ടാവുന്നതാണ്. സൂഫിയാക്കളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബഗ്ദാദിൽ വലിയൊരു മഹാനുണ്ടായിരുന്നു, അദ്ദേഹം വലിയ കച്ചവടക്കാരനും കൂടെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് സരിയുസ്സഖത്തി റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ് അദ്ദേഹം, വലിയ കച്ചവടക്കാരനാണ്. ഒരിക്കലപ്പോൾ ബഗ്ദാദിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ അദ്ദേഹം കേൾക്കുന്നൊരു വാർത്തയുണ്ട്. എന്താ വാർത്ത? തൻ്റെ ആ കട നിൽക്കുന്ന ഭാഗം മുഴുവൻ തീ പിടിച്ചിട്ടുണ്ട്. ബഗ്ദാദിൽ വലിയ തീപിടുത്തം. അപ്പോൾ ആളുകളൊന്ന് ഓടി വന്ന് പറയുന്നുണ്ട്, ഷേഖ് അവർകളെ, എല്ലാ കടയും കത്തിപ്പോയി, അങ്ങയുടെ കട മാത്രം കത്തിയിട്ടില്ലല്ലോ, അങ്ങയുടേത് കത്തിയിട്ടില്ല. ഉടനെ പറഞ്ഞു അൽഹംദുലില്ലാ. എന്തു പറഞ്ഞു? അൽഹംദുലില്ലാ. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ ഖൽബിലേക്ക് ഇങ്ങനെ നോക്കുക. നമ്മളെന്തുട്ടാ കാണുക? ഒന്നും കാണൂല. ഖൽബിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, കൈഫ ഖുൽത അൽഹംദുലില്ലാ, നീ എങ്ങനെയാണ് അൽഹംദുലില്ലാ പറഞ്ഞത്? ഇല്ലേ, നീ എങ്ങനെ അൽഹംദുലില്ലാ പറഞ്ഞു? നിനക്ക് എങ്ങനെ അൽഹംദുലില്ലാ പറയാൻ കഴിഞ്ഞു? നിൻ്റെ സഹോദരന്മാരുടെ കട മുഴുവൻ കത്തി നശിച്ചു, നീ മാത്രം രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് എങ്ങനെയാണാ നിനക്ക് അൽഹംദുലില്ലാ പറയാൻ കഴിഞ്ഞത്? ഈ മഹാൻ ബഗ്ദാദിൽ തിരിച്ചെത്തിയിട്ട് ആ കടയങ്ങ് ദാനം ചെയ്തിട്ട് എന്താ ചെയ്യണമെന്നറിയോ? തൗബത്തൻ വസ്തിഗ്ഫാറൻ, തൗബയും ഇസ്തിഗ്ഫാറും കൊണ്ട് ആ കടയങ്ങ് ദാനം ചെയ്തു. മിൻ ഖൗലിഹി അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന കൗല് പറഞ്ഞതിൻ്റെ പേരിൽ. അൽഹംദുലില്ലാ പറയേണ്ടതിനൊരു രക്ഷയുണ്ടാകണം. മറ്റുള്ളവരൊക്കെ ഇടങ്ങിയിറക്കിയിട്ട് എന്നെ മാത്രം രക്ഷപ്പെടുത്തി അല്ലാഹ് അൽഹംദുലില്ലാ എന്നല്ല അത് പറയേണ്ടത് അല്ലേ, എന്നല്ല. ആ മഹാൻ പിന്നീട് ഇമാം റാസിയും അതുപോലെ തന്നെ ഗസാലി ഇമാമൊക്കെ രേഖപ്പെടുത്തി വെക്കണത് കാണാം. 30 കൊല്ലമാണ് പിന്നെ അദ്ദേഹം ജീവിച്ചത്. 30 കൊല്ലത്തിൻ്റെ ഇടക്ക് ആ മഹാൻ ജീവിച്ചിരുന്ന കാലത്തോളം അസ്തഗ്ഫിറുല്ലാ 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 ഇങ്ങനെ ഇസ്തിഗ്ഫാറിലായി നടന്നു. എന്തേ കാരണം? എൻ്റെ കട മാത്രം രക്ഷപ്പെട്ടു, മറ്റുള്ളവരൊക്കെ കത്തിപ്പോയി. അപ്പോൾ ഞാൻ മറ്റുള്ളവരുടെയൊക്കെ കത്തിപ്പോയല്ലോ എന്ന് ചിന്തിച്ച്, എനിക്ക് മാത്രമൊന്നും പറ്റിയില്ലല്ലോ എന്ന് ചിന്തിച്ച് അൽഹംദുലില്ലാ പറഞ്ഞു. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ മോശമാക്കലല്ലേ അത്? ആ അൽഹംദുലില്ലാ അങ്ങനെയല്ലേ അർത്ഥാക്കുക എന്ന് ചിന്തിച്ച് തൗബ ചെയ്ത അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ എത്രയാണ്. കണ്ടോ? അപ്പോൾ ചുരുക്കത്തിൽ അൽഹംദുലില്ലാ പറയുന്നത് ഏതല്ലാനോടാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഏതല്ലാനോടാണ് നമ്മൾ അൽഹംദുലില്ലാ പറയണത്? അള്ളാഹ് ഒന്നല്ലേ ഉസ്താദ്? ഇപ്പോൾ ഏതല്ലാന്ന് ചോദിച്ചാൽ എന്താ പറയുക? ചില കാരണങ്ങളുണ്ട്.
ഏതല്ലാനോട് നമ്മൾ അൽഹംദുലില്ലാ പറയണേ? നമുക്ക് സന്തോഷം തരുന്ന അല്ലാഹ് അല്ലേ, നമുക്ക് രോഗം മാറ്റി തരുന്ന അല്ലാഹ്, കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണ അല്ലാഹ്, മക്കളെ തരുന്ന അല്ലാഹ്, മക്കളെ നന്നാക്കണ അല്ലാഹ്, റാങ്ക് തരുന്ന അല്ലാഹ്, ശമ്പളം തരുന്ന അല്ലാഹ്. ഈ അല്ലാഹ്ക്ക് നമ്മൾ എന്ത് പറയും? അൽഹംദുലില്ലാ പറയും. ഇന്ന് വരെ രോഗം കിട്ടിയിട്ട് അൽഹംദുലില്ലാ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ? പരീക്ഷയിൽ തോറ്റതിന് അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ല. പിന്നെ കച്ചവടം നഷ്ടത്തിലായതിന് അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ല. മക്കളില്ലാത്തതിൻ്റെ പേരിൽ അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥ റബ്ബിനെയല്ല നമ്മൾ അൽഹംദുലില്ലാ പറഞ്ഞ് സ്തുതിക്കുന്നത്. അൽഹംദുലില്ലാ പറയേണ്ടത് റഹ്മാനും റഹീമും റബ്ബുൽ ആലമീനുമായ അള്ളാഹ്ക്കാണ്. ആ ബോധ്യം വരാത്തതുകൊണ്ടാണ് പലപ്പോഴും സമാധാനം ഇല്ലാതെ നമ്മൾ ഇടുന്ന് നട്ടം തിരിയണത്. നമ്മൾ അൽഹംദുലില്ലാ പറയണ എപ്പോഴാണ്? കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാകുമ്പോൾ. കച്ചവടം പൊട്ടിയിട്ട് അൽഹംദുലില്ലാ പറഞ്ഞ എത്ര മനുഷ്യന്മാരുണ്ട്? പറയോ നമ്മൾ? പറയോ? പിന്നെ നമ്മൾ ഉണ്ടാ അല്ലേ? പറയണം എന്നാണ്. അതായത് റബ്ബുൽ ആലമീനായ തമ്പുരാൻ അവൻ്റെ തർബിയത്തിൻ്റെ ഭാഗമായി നമുക്ക് അല്ലാഹു രോഗം തന്നേക്കാം, രോഗത്തിന് ശിഫ തന്നേക്കാം, ലാഭം തന്നേക്കാം, നഷ്ടം തന്നേക്കാം അല്ലേ? മക്കളെയല്ല അങ്ങ് തിരിച്ചു വിളിച്ചേക്കാം. ഇതൊക്കെ റബ്ബിൻ്റെ തർബിയത്തിൻ്റെ ഭാഗമാണ്. ആ റബ്ബുൽ ആലമീൻ അൽഹംദുലില്ലാ. ഏത് റബ്ബുൽ ആലമീൻ? എന്നെ തർബിയത്ത് ചെയ്യുന്ന അല്ലാഹ് അല്ലേ? എനിക്ക് രോഗം തന്നും രോഗം മാറ്റിയും, മക്കളെ തന്നും മക്കളെ എടുത്തും, എനിക്ക് അപകടം തന്നും അപകടങ്ങളിൽ നിന്ന് കാത്തും, ലാഭം തന്നും നഷ്ടം തന്നും, എല്ലാം ചെയ്യുന്നതാരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീൻ അൽഹംദുലില്ലാ. നമ്മൾ ഇത്രയും നാൾ പറഞ്ഞ അൽഹംദുലില്ലാ ഏത് റബ്ബിനാ? സുഖം തരുന്ന, സൗഖ്യം തരുന്ന, പ്രയാസങ്ങൾ ഇല്ലാതാക്കുന്ന അല്ലാഹ്ക്കാണ്. പോരാ, റബ്ബുൽ ആലമീൻ അൽഹംദുലില്ലാ പറയണം. എന്നാലേ ഫാത്തിഹ അങ്ങോട്ട് റെഡിയാവുള്ളൂ. എന്നാലേ അൽഹംദുലില്ലാ നിസ്കാരത്തിലങ്ങ് ശരിയാവുള്ളൂ. അൽഹംദുലില്ലാ ആർക്ക് പറയണം? എനിക്ക് സുഖം തരുന്ന അല്ലാഹ്ക്കെന്നല്ല, എനിക്കെല്ലാം തരുന്ന അല്ലാഹ് റബ്ബുൽ ആലമീൻ. മനസ്സിലാകുന്നുണ്ടോ? ഔലിയാക്കളുടെ നേതാവ് ആരാണ്? മഹാനായ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ആണ് അല്ലേ? ഒരിക്കലും മഹാനവർകൾ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരൊന്ന് പറയുന്നുണ്ട്, സയ്യിദി, കാറ്റിലും കോളിലും അങ്ങയുടെ കപ്പൽ മുങ്ങിപ്പോയിരിക്കുന്നു. ഉടനെ കൽബിലേക്ക് ഇങ്ങനെ നോക്കി, അൽഹംദുലില്ലാ. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്ന് പറഞ്ഞു, സയ്യിദ് അവർകളെ, ഇല്ലില്ല, അങ്ങയുടെ കപ്പൽ രക്ഷപ്പെട്ടിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. കൽബിലേക്ക് ഇങ്ങനെ നോക്കി, അൽഹംദുലില്ലാ. അപ്പോൾ ചോദിച്ചു, അല്ല ഇതെന്താണ്? നമുക്ക് പരിചയമുള്ളൊരു അൽഹംദുലില്ലാ എന്താ? കപ്പൽ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ അൽഹംദുലില്ലാ പറയാറുണ്ട്. കപ്പൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ എന്താ അൽഹംദുലില്ലാണത്? അതായത് മക്കളെ, നിങ്ങൾ രണ്ട് സമയത്ത് ഞാനിങ്ങനെ എൻ്റെ കൽബിലേക്ക് നോക്കി. രണ്ടിനും ഒരേ അർത്ഥമാണ്, രണ്ടർത്ഥമല്ല, ഒരേ അർത്ഥമാണ്. അതായത് എനിക്ക് കപ്പൽ എൻ്റേത് രക്ഷപ്പെട്ടു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? എൻ്റേത് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ നോക്കി. എല്ലാവരുടെയും കപ്പൽ മുക്കി എന്നെ മാത്രം രക്ഷപ്പെടുത്തി അല്ലാന്നല്ല എനിക്ക് തോന്നിയത്. എല്ലാവരുടെയും കപ്പൽ മുങ്ങി, എൻ്റെ കപ്പൽ മുങ്ങിയിട്ടില്ല. അതെൻ്റെ റബ്ബിൻ്റെ തർബീയത്തിൻ്റെ ഭാഗമാണ്. അവൻ്റെതാണ് ആ കപ്പൽ. അവനിഷ്ടമുള്ളപ്പോൾ മുക്കാം, അവന് മുക്കാതിരിക്കാം. അതിൽ ഓവർ സന്തോഷമൊന്നും എൻ്റെ മനസ്സിൽ വന്നില്ല. അൽഹംദുലില്ലാ, എല്ലാത്തിനും കഴിയുന്നത് എൻ്റെ റബ്ബാണ്. കപ്പൽ മുങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോഴോ അപ്പോഴും ഞാൻ കൽബിലേക്ക് നോക്കി, എൻ്റെ റബ്ബിൻ്റെ തർബീയത്തിൻ്റെ ഭാഗമാണ്. ഇത്രയും നേരം മുക്കാതെ പിടിച്ചു നിർത്തി റബ്ബൊന്ന് മുക്കിക്കളഞ്ഞു. അതിനെന്താ? അൽഹംദുലില്ലാ. ഈ സാധനം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് വല്ല ടെൻഷനുണ്ട്. അതുകൊണ്ടല്ലേ ഖുർആൻ പറയുന്നത്, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കൾക്ക് ടെൻഷനില്ല, ദുഃഖമില്ല. എന്തേ? അവരല്ലാഹുവിനെ ആ ബോധ്യത്തിൽ തന്നെ അൽഹംദുലില്ലാ പറഞ്ഞവരാണ്. വിശുദ്ധ ഖുർആനിലൊരു ആയത്തുണ്ട്, മാ അസ്വാബ മിൻ മുസീബ വലാ ഫീ അൻഫുസികും. ഭൂമിയിലൊരു ദുരന്തം ഉണ്ടാവണില്ല, നിങ്ങളുടെ ശരീരത്തിലൊരു ദുരന്തം വരണില്ല. അള്ളാഹ് അതൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. അതായത് നിങ്ങൾക്കൊരു ദുരന്തം വന്നാൽ, നിങ്ങളുടെ ശരീരത്തിൽ ഒരു രോഗം വന്നാൽ, പ്രയാസം വന്നാൽ, അല്ലെങ്കിൽ ഭൂമിയിലൊരു ദുരന്തം സംഭവിച്ചാൽ അള്ളാഹ് അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹിൻ്റെ കിതാബിലില്ലാത്തതൊന്നും സംഭവിക്കണില്ല. എന്നിട്ട് പടച്ചോൻ പറയാനുണ്ട്, മക്കൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്തിനാണെന്നറിയോ? ലിക്കൈ ലാ തഅസൗ അലാ മാ ഫാതകും. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ടെൻഷൻ അടിക്കാതിരിക്കാനാണ്. എന്തെങ്കിലുമൊക്കെ ഒരു അപകടം ഉണ്ടാകുമ്പോൾ, ടെൻഷൻ ഉണ്ടാകുമ്പോൾ, പ്രയാസം വരുമ്പോൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ. ഇതൊക്കെ എൻ്റെ റബ്ബ് രേഖപ്പെടുത്തിയതാണ്, ഇത് നടന്നു തന്നെ ആവണം. ഞാൻ കിടന്ന് കുറേ കരഞ്ഞതുകൊണ്ട്, ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് സംഭവം മാറുമോ? ഇല്ലല്ലോ. ആ സമയത്ത് ക്ഷമിച്ചു നോക്കി, അള്ളാഹ് അധികരിപ്പിച്ചു തരും ഹൈർ. മാത്രമല്ല ഫഫ്റഹു അലാ മാ ഫാതകും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകിയതിൻ്റെ പേരിൽ അമിത സന്തോഷം കടന്നു വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അമിത സന്തോഷം കടന്നു വരാനും പാടില്ല. രണ്ടായാലും അള്ളാഹ് അനുഗ്രഹം തന്നാലും എടുത്താലും ഒക്കെ എൻ്റെ റബ്ബിൻ്റെതാണ്.
ആ ബോധ്യത്തിൽ റബ്ബുൽ ആലമീന് അൽഹംദുലില്ലാഹി പറയുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്കാണ് സമാധാനമെന്ന് അള്ളാഹ് ഖുർആനിൽ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാണ്. ചില ഘട്ടങ്ങളിൽ നമ്മുടെ പ്ലാനിങ് ഒക്കെ തെറ്റിപ്പോകാറുണ്ട്. പ്ലാനിങ് നല്ലതിന് വേണ്ടി പ്ലാൻ ചെയ്താലും പടച്ചോൻ ചിലപ്പോൾ എന്ത് ചെയ്യും, ഇല്ലാതാക്കും. ആ സമയത്ത് അൽഹംദുലില്ലാഹ് പറയാൻ പറ്റും നമുക്ക്. ഇപ്പോൾ നമ്മൾ പള്ളിക്ക് വേണ്ടിയിട്ട് 1000 രൂപ കൊടുക്കാൻ നേർന്നു നോക്കുക, അല്ലെങ്കിൽ 1 ലക്ഷം കൊടുക്കാൻ ഏറ്റവും വിചാരിക്കുക. നമ്മൾ പരസ്യമായിട്ട് ഏറ്റതല്ല, നമ്മളിങ്ങനെ നെയ്യത്താക്കി വെച്ചേക്കണം അടുത്ത മാസം കൊടുക്കണം. സമയത്തിയപ്പോൾ നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ല. എട്ടങ്ങേറ് പിടിച്ചൊരു സമയം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് അൽഹംദുലില്ലാഹ് പറയാൻ പറ്റും നമുക്ക്, പറയണം. അടുത്ത മാസം യത്തീം പിള്ളയുടെ കല്യാണമാണ്, അതിനാ കല്യാണത്തിനൊന്ന് പോയി എല്ലാം ചെയ്തു കൊടുക്കണം. നല്ല കാര്യമായിട്ട് നമ്മളെ കേൾക്കണത്, പ്ലാനിങ് അതാണ്. ആ യത്തീം കൊച്ചിൻ്റെ കല്യാണത്തിന് പോകണം. ആ കല്യാണം അടുത്ത് വന്നപ്പോഴത്തേക്ക് ഇവന് ശക്തമായ പനി, ഇവൻ 5ാം പനി പിടിച്ചു കിടപ്പിലായി. ഒടുക്കത്തൊരു പനി. ആ യത്തീം പിള്ളയുടെ കല്യാണത്തിന് പങ്കെടുത്തായിരുന്നു എന്തോരം കൂലി കിട്ടിയാൻ എനിക്ക്. കിട്ടുമവന് കൂലി ഈ ചിന്തയാണെങ്കിൽ ഓലക്കിട്ടും അല്ലേ? എടോ അത് അള്ളാൻ്റെ പരീക്ഷണമാണ്, അള്ളാൻ്റെ പരീക്ഷണമാണ്. പഠിച്ചവൻ അങ്ങനെയും പരീക്ഷിക്കും, അതിൽ നിനക്ക് ഹൈറുണ്ട് എന്ന് മനസ്സിലാക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സംഭവം പറഞ്ഞു തരുന്നുണ്ട്. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, കാന റജുലുൻ, ഒരു മനുഷ്യനുണ്ടായിരുന്നു, സ്വാലിഹായ മനുഷ്യൻ. ഫഖാല ലഅതസദ്ദഖന്ന ബിസദഖ, ഞാൻ ഇന്ന് ഒരു സ്വതക്ക ചെയ്യും, ഞാനിന്നൊരു സ്വതക്ക ചെയ്യും. ലഅതസദ്ദഖന്ന ബിസദഖ, ഞാനൊരു സ്വതക്ക ചെയ്യും. ഫഖറജ ബിസദഖതി, രാത്രിയായപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, സ്വതക്കയും കൊണ്ടിങ്ങനെ പോവാണ്. ഒരു മനുഷ്യനോട് ഇപ്പം ഉണ്ടായി കൊടുത്തുകൊണ്ട് തിരിച്ചു പോന്നു. പിറ്റേന്ന് രാവിലെ കേൾക്കുന്നുണ്ട് അതൊരു കള്ളനായിരുന്നു. ഏത് ഇയാളുണ്ട് ഈ സ്വതക്ക കൊടുത്ത മനുഷ്യൻ ആരായിരുന്നു? മോഷ്ടിക്കാൻ പോണ ഒരു മനുഷ്യൻ്റെ കയ്യിലാണോ കൊടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ രാവിലെ ചായക്കടയിൽ നിന്ന് കേൾക്കുന്നുണ്ട് ഒരു വർത്താനം, കള്ളൻ്റെ കയ്യിൽ ഏതോരുത്തും സ്വതക്കയും കൊടുത്തുകൊണ്ട് പോയേക്കണം. ഇവനൊക്കെ എന്ത് മനുഷ്യനാണ്. അദ്ദേഹം ഇത് കേട്ട ഉടനെ എന്ത് പറഞ്ഞു? അല്ലാഹുമ്മ ലക്കൽ ഹംദ്, പടച്ചോനെ നിനക്കാണെല്ലാ സ്തുതിയും. നമ്മളാണെങ്കിൽ എന്ത് പറഞ്ഞതിന്, അല്ലാ കൊടുത്തത് ഈ പടക്കാണല്ലോ പടച്ചോനെ ഒക്കെ പോയല്ലോ, അല്ല ലക്കൽ ഹംദ്, നിനക്കാണ് സ്തുതി. രണ്ടാമത്തെ ദിവസം അദ്ദേഹം നീയത്തിയാണ്, ഞാൻ ഇന്ന് സ്വതക്ക കൊടുക്കും. രാത്രിയായി, സ്വതക്കയും കൊണ്ടുപോകാൻ ഒരു പെണ്ണ്, പാവം പിടിച്ചൊരു പെണ്ണവിടെ നിൽക്കണുണ്ടു. ആ കടയിൽ ഈ സ്വതക്കയും കൊടുത്തിങ്ങ് പോകുന്നു. പിറ്റേന്ന് അറിയാനുണ്ട് അത് വ്യഭിചാരശാലയിൽ നിന്ന് വന്നു നിന്നൊരു വേശ്യപ്പെണ്ണായിരുന്നു. ചായക്കടയിൽ ചർച്ച, അയ്യേ വേശ്യയുടെ കയ്യിൽ ഏതോരത്തും കൊണ്ടുപോയി സ്വതക്ക കൊടുത്തേക്കണം, ഇവന് വല്ല പിരാന്തണ്ട. അപ്പോഴും ഇദ്ദേഹം അത് കേട്ടുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, എല്ലാ സ്തുതിയും നിനക്കാണല്ലാ. പിറ്റേന്ന് നെയ്യത്തിയാണ്. എന്താ നെയ്യത്തിയാണേ, ഇന്ന് ഞാൻ സ്വതക്ക കൊടുക്കും. സ്വതക്കയും കൊണ്ടുപോയി ഒരു മനുഷ്യനെ കണ്ടു, അയാൾക്ക് കൊടുത്തിട്ട് പോന്നു. അദ്ദേഹം ആ നാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനായിരുന്നു. പിറ്റേ നേരം വെളുത്തപ്പോൾ ചായക്കടയിൽ ഇയാൾ തന്നെ എന്ന് പറയുന്നുണ്ട്, ഏതോ ഒരു വിരാന്തൻ എൻ്റെയും സ്വതക്ക വന്നുകൊണ്ട് പോയി, എനിക്കൊക്കെ ഇപ്പം എന്തിനാ സ്വതക്ക അല്ലേ? അങ്ങനെ ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, നിനക്കാണ് പടച്ചോനെ സർവസ്തുതിയും. അദ്ദേഹം പറയുന്നുണ്ട്, അല്ലാഹുമ്മ ലക്കൽ ഹംദ് അല സാരിഖി വഅല സാനിയതി വഅല ഗനി, പടച്ചോനെ വേശ്യക്കും കള്ളനും പണക്കാരനും ഒക്കെ സ്വതക്ക ചെയ്യാൻ തൗഫീഖ് ചെയ്ത അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. ഉണ്ടോ? ഇതാണ് റബ്ബുൽ ആലമീൻ, ഇതാണ് റബ്ബുൽ ആലമീൻ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് റബ്ബുൽ ആലമീൻ. എല്ലാത്തിനും അള്ളാഹു സ്തുതി. എന്നിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, രാത്രി അദ്ദേഹം ഇങ്ങനെ വിശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു മലക്ക് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറയുന്നത് എന്താ? അമ്മ സ്വതഖത്തുക ഫഖദ് ഖബല, നിൻ്റെ സ്വതക്ക അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്, നിങ്ങളുടെ സ്വതക്ക അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു. നമ്മളെത്ര സ്വതക്ക കൊടുത്തിട്ടുണ്ട്? നമ്മുടെ മുമ്പിൽ ഇത്രയും കാലം എത്തിയിട്ട് വല്ല മലക്കും വന്നിട്ടുണ്ടോ? ഒരു മനുഷ്യൻ വന്നിട്ടില്ല. പിന്നെയല്ലേ മലക്ക്? മുത്തനബി തന്നെ, ഇതൊരു ഡിങ്കം കഥയല്ല, ഹബീബായ തങ്ങൾ പറയണ കഥയാണ്. മനസ്സിലായ? അപ്പോൾ അത്ഭുതമാണ്. എന്നിട്ട് എന്താ ഈ അത്ഭുതം സംഭവിച്ചെന്താണ്? കള്ളൻ ചിന്തിച്ചു, പടച്ചോനെ എനിക്കൊരാൾ സ്വതക്കാന്നല്ലോ, ഞാനിനി മാറി ചിന്തിക്കണം. മോഷ്ടാവ് മാറി ചിന്തിച്ചു. വ്യഭിചാരിണി അവൾ ചിന്തിച്ചു, ഏതൊരു മനുഷ്യൻ എനിക്ക് സ്വതക്ക തന്നുകൊണ്ട് പോയി, ഞാനൊരു നല്ലവളാന്ന് കരുതിയിട്ടല്ലേ എനിക്ക് തന്നത്, ഈ വേശ്യാവൃത്തി ഞാൻ ഇനി ചെയ്യണില്ല, ഞാനിതാ തൗബ ചെയ്യുന്നു. ഈ സമ്പന്നനായ മനുഷ്യൻ ഭയങ്കര അർക്കീസായിരുന്നു, 5 പൈസ ഒരാൾക്കും കൊടുക്കാത്ത ആളായിരുന്നു. അയാൾ ചിന്തിച്ചു, എനിക്കും ഒരാൾ സ്വതക്ക കൊണ്ടുവന്ന് തരുന്നു, ഞാനിങ്ങനെ എന്തിനെ പിശുക്കി നടക്കണം, ഞാനും ഇനി സ്വതക്ക ചെയ്യും. അയാളും തൗബ ചെയ്തു. ഈ 3 പേരും തൗബ ചെയ്യാൻ കാരണമായത് ഈ മനുഷ്യൻ്റെ സ്വതക്കയാണ്. അപ്പോൾ നമ്മൾ സ്വതക്ക ചെയ്യണതിൻ്റെ പേരിൽ നമ്മുടെ പ്ലാനിങ് തെറ്റിപ്പോയി എന്നതുകൊണ്ട് അവിടെ അള്ളാഹുവാണ് യഥാർത്ഥ പ്ലാനർ. നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തം ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇന്നൊരാൾക്ക് സ്വതക്ക കൊടുത്തു, പിറ്റേന്ന് കേൾക്കണം അയാൾ ഏതൊരു കേസിൽ പിടിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്ത് പറയും? ഒടുക്കത്തവൻ, ഇവനൊക്കെ കൊണ്ടായാണല്ലോ ഞാൻ കൊടുത്തത്. എടോ നീ അങ്ങനെ പറയുന്നതോടെ നിൻ്റെ എല്ലാ അമലും പോയി. എന്തിനാ അങ്ങനെ പറയണേ? നിന്നെക്കൊണ്ട് സ്വതക്ക ചെയ്യിപ്പിച്ചത് അള്ളയാണ്, നിൻ്റെ കൽബിലിട്ട് തന്നത് അള്ളാഹുവാണ്. നീ അത് കൊടുത്തു, നിൻ്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ അതിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് അള്ളാഹു തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് മനസ്സറിഞ്ഞ് പറയണം,
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ പ്ലാൻ പോലെയല്ല കാര്യങ്ങൾ, അള്ളാൻ്റെ പ്ലാൻ പോലെ. അള്ളാഹുവാണ് പ്ലാൻ ചെയ്യുന്നവൻ. കണ്ടോ, ഇപ്പോൾ നമുക്ക് പ്രയാസങ്ങളുണ്ടാവും. ഇപ്പം എൻ്റെ കുഞ്ഞിന്, ഇപ്പോൾ നമ്മുടെ കുട്ടിക്ക് ഒരു സർജറി വേണ്ടിയോ, നമ്മുടെ കുഞ്ഞിനെ കീറി മുറിക്കാനായിട്ട് ആര് സൈൻ ചെയ്ത് കൊടുക്കണം? നമ്മൾ തന്നെ ഒപ്പിട്ട് കൊടുക്കണം. നമ്മുടെ കുഞ്ഞിനെ കീറി മുറിക്കാൻ നമ്മൾ അനുവാദം കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? എൻ്റെ കുഞ്ഞിന് രോഗം മാറണം, ഓപ്പറേഷനിലേ മാറുള്ളൂ, രോഗം മാറണം അല്ലേ? അപ്പോൾ ഒരു വാപ്പാനെ കുറിച്ച് പറയുമോ, എന്തൊരു ക്രൂരനാണ്, സ്വന്തം കുഞ്ഞിനെ കീറി മുറിക്കാൻ വിട്ടേക്കാണ് എന്ന് പറയൂല. കാരണം എന്താ? ആ സർജറി ചെയ്താലേ കുഞ്ഞിന് അസുഖം മാറുള്ളൂ. അല്ലാഹുവിൻ്റെ മക്കൾക്ക് കാവൽ നൽകട്ടെ. ഇതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ, അവൻ റബ്ബുൽ ആലമീനാണ്, അവൻ രക്ഷിതാവാണ്. അവൻ തൻ്റെ അടിമകളെ തർബിയത്ത് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവർക്ക് പരീക്ഷണം കൊടുക്കും, വേദന കൊടുക്കും, സങ്കടങ്ങൾ കൊടുക്കും. എന്തിന്? അതിലൂടെ അവൻ്റെ ആഖിറത്തിലെ സ്ഥാനമുയർത്താൻ പടച്ചോനത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് മക്കളെ നമുക്ക് പ്രയാസങ്ങൾ തരുന്നത്. നിനക്ക് പലതവണ അബോർഷൻ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? ഒരു കുഞ്ഞിന് വേണ്ടി നീ കൊതിക്കുന്നുണ്ട്. അള്ളാഹ്ക്കറിയാൻ പാടില്ലേ ഇത്? നിരന്തരം നിനക്ക് അബോർഷൻ തന്നത് എന്തുകൊണ്ടാണ്? നിൻ്റെ സ്ഥാനമുയർത്താൻ. മാത്രമല്ല, നീ റബ്ബേ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കാൻ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതിനാണ് നിനക്ക് ഈ പരീക്ഷണം തരണത്. നീ മനസ്സറിഞ്ഞ് വിളിച്ചു നോക്കിയാൽ നിൻ്റെ അബോർഷനൊക്കെ അവിടെ നിൽക്കും. നിൻ്റെ മനസ്സറിഞ്ഞുള്ള വിളിവനില്ല. നീ അള്ളാഹനെ സ്നേഹിക്കണില്ല. നീ എപ്പോഴും എന്നെ ഇടങ്ങേറാക്കണ റബ്ബ് എന്നുള്ളൊരു തോന്നലില്ല. നീ അൽഹംദുലില്ലാ പറഞ്ഞിട്ട് അള്ളാഹനെ ഒന്ന് സ്നേഹിച്ചുകൊണ്ട് വിളിച്ചു നോക്കിയേ, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ അവിടെ തീരും. ഏറ്റവും വലിയ ദിക്റതല്ലേ അല്ലേ? നമ്മളിപ്പോൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ ഭാര്യയായിട്ട് വെറുതെ അറിഞ്ഞുകൊണ്ട് കൊച്ചു പിണക്കങ്ങൾ ഉണ്ടാക്കും. എന്തിനാ? എവിടെയൊക്കെ നമുക്ക് അകൽച്ച വരുന്നെന്ന് തോന്നുമ്പോൾ കൊച്ചു പിണക്കം. പിണക്കം തീർന്നു കഴിയുമ്പോൾ ആ ഒരു സ്നേഹത്തിന് ഭയങ്കര തീവ്രതയായിരിക്കും അല്ലേ? അങ്ങനെ ഉണ്ടാവലില്ലേ? പിണക്കം ഉണ്ടാക്കാൻ പോകില്ല കേട്ടോ ഉസ്താദ് പറഞ്ഞെന്നും പറഞ്ഞിട്ടുണ്ട്. കൂടുതലും ആരായിരിക്കും പിണങ്ങിക്കഴിഞ്ഞാൽ വന്ന് മിണ്ടുന്നത്? സ്ത്രീ ആയിരിക്കും. വന്ന് മിണ്ടിക്കഴിഞ്ഞ ശേഷം ഭയങ്കര സ്നേഹമായിരിക്കും. എന്നതുപോലെ നമ്മളിങ്ങനെ അകന്നകന്ന് അള്ളാഹുവിൽ നിന്ന് പോകുമ്പോൾ കൊച്ചു പരീക്ഷണങ്ങൾ അള്ളാഹ് തരും. രോഗം തരും, പ്രയാസം തരും, ആക്സിഡൻറ്റ് തരും. എന്തിനത്? അവൻ എനിക്കൊരു ഹംദ് പറയട്ടെ, അവൻ എന്നെ ഒന്ന് വിളിക്കട്ടെ. അള്ളാഹ് അത് കേൾക്കാൻ കൊതിച്ചിരിക്കുകയാണ് മനുഷ്യന്മാരെ. ഒരു പ്രയാസം വരുമ്പോൾ, സന്തോഷത്തിൽ മാത്രമല്ല, ഒരു പ്രയാസം വരുമ്പോൾ മനസ്സറിഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയാൻ കഴിഞ്ഞുണ്ടല്ലോ, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, ഞാനങ്ങ് വർദ്ധിപ്പിച്ച് തരും. അത് അള്ളാൻ്റെ വാക്കാണ്. മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറഞ്ഞിട്ട് അള്ളാഹനെ പ്രണയിച്ച് അള്ളാഹുവിലേക്ക് ഒന്ന് അടുത്ത് നോക്കിയേ, ആ വിളിയേക്കാൻ കാത്തിരിക്കുകയാണ് റബ്ബുൽ ആലമീൻ നമ്മളിങ്ങനെ ചേർത്ത് പിടിക്കാൻ. എന്തും തരും റബ്ബ്, എന്തും തരും. നമ്മളെപ്പോലെ സമാധാനം അനുഭവിക്കുന്ന ഒരാളും ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല. അതല്ല നമ്മുടെ സ്വബാഹുൽ ഖൈർ ഹംദ് കൊണ്ടങ്ങ് തുടങ്ങുന്നത്. ലൈഫ് അടിപൊളിയാകട്ടെ, ടെൻഷൻ ഇല്ലാണ്ടാകട്ടെ, സമാധാനം ലഭിക്കട്ടെ. അതിലപ്പുറം എന്താ വേണ്ടത്? സമാധാനം വേണ്ടേ? എന്ത് പറയണം? മനസ്സറിഞ്ഞൊരു 3 തവണ പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സങ്കടങ്ങളൊക്കെ അങ്ങ് മാറ്റിവെക്ക്. എത്ര വലിയ പ്രയാസവും എന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ റബ്ബ് തന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മനസ്സിലാക്കാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഇന്ത്യയിൽ സയ്യിദുൽ ശുഹദാ എന്നറിയപ്പെടുന്നൊരു മഹാനുണ്ട്. ആ മഹാൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പടച്ചവനെ, നിന്നെ അറിയാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. നിന്നെ അറിഞ്ഞ് ഹംദ് ചെയ്യാൻ, അതിലൂടെ പുഞ്ചിരിച്ച് ജീവിക്കാൻ, പുഞ്ചിരിച്ച് മരിക്കാൻ നീ തൗഫീക്ക് നൽകണേ അല്ലാ. എത്ര വലിയ ടെൻഷനും ഞങ്ങളെ ബാധിക്കാത്തവണ്ണം നിനക്ക് ഹംദ് ചെയ്യാൻ, നിൻ്റെ ഔലിയാക്കളുടെ പിന്നാലെ നടക്കാൻ നീ തൗഫീക്ക് നൽകണയല്ല. ഖൽബ് നന്നാക്കണയല്ല. ഹമ്മാദീങ്ങളിൽ, നിനക്ക് ഹംദ് ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ, ഹംദ് ചെയ്ത് സ്വർഗം നേടുന്ന നിന്നെ കാണുന്ന മുഅ്മിനീങ്ങളിൽ നീ പെടുത്തണയല്ല. ഞങ്ങൾക്ക് വേണ്ടത് നിൻ്റെ സ്നേഹമാണല്ല, നിൻ്റെ സ്നേഹമാണല്ല. നീ തരണേ തമ്പുരാനെ. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, എല്ലാ സങ്കടങ്ങളും നീക്കണയല്ല. മക്കളെക്കുറിച്ച്, ജീവിതത്തിലെ പ്രയാസങ്ങളെക്കുറിച്ച്, ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എല്ലാം നീക്കണയല്ല. സമാധാനം കൊടുക്കണയല്ല.
ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഈ സദസ്സ് നിമിത്തം നിന്നെ കാണാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. മുത്തായ തങ്ങളുടെ ഹദ്റത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ഞങ്ങളെ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.